ഇന്ന് ഡേ 4 ഞാനിപ്പോൾ പെരിന്തട്ട പോവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു വിമൽ സാർസ് യൂട്യൂബ് ചാനൽ. എന്നുണ്ട് ഇത് ക്യാമറ എന്നെ ഇങ്ങനെ എന്നെ ഫോട്ടോ എടുക്കണ്ട. അല്ല ഒരു ഇതില്ലാതെ തരിയും മേലും ഇതായിട്ട് വരുന്നു മന കിഞ്ഞിട്ട് ഫോട്ടോ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ അല്ല അമ്പലത്തിലെല്ലാം എത്ര കാണുന്നു. അമ്മമ്മ എങ്ങനെയായാലും സുന്ദരിയല്ലേ? അമ്മമ്മേരെ തലിയും മേലെല്ലാം ഇപ്പം വിളിക്കണത്രേ. എങ്ങനെയായാലും സുന്ദരി അല്ലേന്ന്. വീട് കാണാൻ പറ്റുന്ന വീഡിയോ കാണാൻ വരുന്നു. വീഡിയോ കണ്ടിട്ട് വരാം. വിമൽ സാറിന്റെ വീടും പരിസരവും. വിമൽ സാർ വീട് വ്യൂ. വാവ്. ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീട് കെട്ടുന്നത് എങ്ങനെയാന്ന് അതിൻ്റെ ഇതെന്ന് അവസ്ഥ. ഇപ്പോൾ ആ വീടൊക്കെ എന്താ പറയുക, പണിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വീഡിയോ എടുത്തു വെക്കുന്നത് എൻ്റെ ഏകയിലെ മോട്ടീവ്. കണ്ടോ, ഇത് അന്ന് പണി നടന്നുകൊണ്ട് നിൽക്കണേ ഉണ്ടായിട്ടില്ലൂ. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കണ്ടീഷനായി. അമ്മാമ കഴിഞ്ഞില്ലേ? ഇതാണ് വീട്. ഇത് നായി വരാണ്ടിരിക്കാനാ? അല്ല, ഈ കുപ്പിയിൽ വെള്ളം നിറച്ചത്. അടിപൊളി സ്ഥലമാണ്. സമാധാനമാണ് മെയിൻ. നമുക്കൊന്ന് ഉള്ളിലെല്ലാം കയറിയിട്ട് വരാം. പക്ഷെ ഉള്ളിൽ ലൈറ്റ് അധികം ഇല്ലെങ്കിൽ ഇതിൽ വൃത്തി കാണില്ല. അതാണ് മെയിൻ മിസ്റ്റേക്ക്. ഇത് കിച്ചൺ, സൂപ്പർ കിച്ചൺ. ശരി. ഇവർ ആക്ച്വലി കോയമ്പത്തൂർ സെറ്റിൽഡാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. സോ വരുമ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വീട്. അവിടെയൊക്കെ മൊത്തം കണ്ടാണ്. അങ്ങനെ കാണുന്നുണ്ടോ അറിയില്ല, അതിലേക്കൂടെയൊക്കെ. എന്നിട്ട് നമ്മളിപ്പോൾ കാനായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അന്ന് നമ്മൾ പോയില്ലേ അങ്ങോട്ടേക്ക്. എന്നിട്ട് തിരിച്ചു വരണം. മഴ പെയ്യോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പം ഏതായാലും ഇങ്ങനെ കുറച്ച് ക്ലൗഡി ആയിട്ടുണ്ട്. അമ്മ വല്ലതും തരണേ അമ്മ. നമ്മളങ്ങനെ കാർ എടുത്തിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ഉണ്ണിയേട്ടൻ ഫാസ്റ്റ്. ഞാൻ മുമ്പിലിരിക്കുന്നതിനെ പറ്റി എന്നാ അഭിപ്രായം? ഡ്രൈവിംഗ് സീറ്റ് ഒഴിക്കാൻ നീ ഏടി ഇരുന്നാലും ഒരു വിഷമമില്ല. അത്രേ ഉള്ളൂ. എന്നാ പറയുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടണ ഫൈൻ കിട്ടുവാ? നമ്മ പോയിട്ട് വരാം. ചെറിയോടല്ലേ? ചെറിയോടെ ജേഗേച്ചിന്റെ കൂടെ അല്ലേ ഇത്? ലെറ്റ്സ് ഗോ. വീട് കണ്ടോ? വീട് കണ്ടു. സൂപ്പർ വീട്, സൂപ്പർ വീട്. അങ്കര മെസ്സി, അങ്കര മെസ്സി, അങ്കര മെസ്സി. പുല്ല് പ്രൊഫഷണൽ ഡ്രൈവർ. രണ്ട് ബസ് ഉണ്ട്. കാർത്തിക് ഓടിക്കളിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അർജന്റീനയുടെയും കളിയുടെ ഇടയിൽ രണ്ട് അർജന്റീനക്കാർ ഓടിക്കളിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാർത്തികൂട്ടന്റെ കൂടെ പഠിക്കുന്നതാണ് കുട്ടി. ബാംഗ്ലൂരിൽ നിന്ന് വന്ന പരിപാടി.
നമ്മള് ചായ കുടിക്കാൻ പോലെ യൂട്യൂബിലെ മെസ്സിക്കാറുള്ള യൂട്യൂബിൽ ഹായ് വരാ ഹായ് പറ മെസ്സി ഫാൻസ് കാനായി ഘടകം റിപ്പോർട്ടിംഗ് റിച്ചൂട്ടി റിച്ചൂട്ടി നിന്നെ യൂട്യൂബിലിടും ഇടും കാർത്തികേട്ടൻ നിന്നെ ഇങ്ങനെ യൂട്യൂബിൽ പൈസ ആക്കും റിച്ചൂട്ടി കഴിഞ്ഞ വേണ്ടി ചായ ഐസ്ക്രീമാ നമ്മളങ്ങനെ ചായ സ്പോട്ടിലെത്തി ചായ കുടിച്ച എന്തുകൊണ്ട് ഉറപ്പ് വാങ്ങിത്തരും ചായ വേണ്ടേ എന്നാ ബൂസ്റ്റ് കുടിക്കാം നമുക്ക് എനിക്ക് മേടിച്ചു തരുമോ ഒന്ന് പുതിയത് ഒന്നിപ്പാ പൈസ ഇല്ലായിട്ടല്ലേ അല്ല അങ്ങനെ എന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ലേ ലിച്ചുട്ടിയുടെ അടുത്ത് കൊറേ പൈസ ഉണ്ട് ഞാൻ അറിഞ്ഞു ഉണ്ട് ചൂട്ടിനൊക്കെ പൈസ ഇങ്ങനെ എന്താ പറയാ പൈസ കൊടുക്കുന്നല്ലേ ബാഗിൽ പൈസ ഉണ്ട് അതാ എന്റെ ചേച്ചി കേട്ടു മോളെ ഇനി പോയാൽ കാണൂല കേട്ടോ ബാഗില് പൊക്കും ചീക്കുട്ടി പൊക്കും ബാഗിൽ കാണുന്നില്ലെങ്കിൽ ഓളെടുക്കൂന്ന് നിന്നെ സംശയം നോക്കി ഇല്ലെങ്കിൽ അരുണോട് ചോദിച്ചാൽ അരുണോട് കൊറേ പൈസ ഉണ്ട് നൂഡിൽസ് അല്ല അത് മറ്റേതാണ് ഇഷ്ടപ്പെട്ടില്ലേ ടേസ്റ്റ് നോക്കിക്കൂടെ മന്തിന്റെ ആളാ പായസം ആ ഓട് ആ പോവാ ഇല്ലപ്പാ ഈ നല്ല രസമുണ്ടല്ലേ കാണാൻ അതെല്ലാം ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയിനി ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ടല്ല അപ്പുറത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയിനി നമ്മളെ മെസ്സിന്റെ ആ ചുറ്റിക്ക് വ്ളോഗ് ചെയ്യണ എന്നാ ഇത് പിടിക്ക് ക്യാമറ പിടിക്ക് അതിനോട് എന്തെങ്കിലും പറ അതില് നോക്കിട്ട് ലൈറ്റ് ഇടും തുളിക്കോ തുളി ഏത് സ്ലൈഡ് ആ ഇല് വാ വാ ഇരിക്ക് കാല് നേരെയാക്ക് ആ തായ്ക്കുവാ വീല കാല് നേരെയാക്ക് ആ മുമ്പോട്ട് വന്നിട്ട് വാ കൊച്ചു മുമ്പോട്ട് വാ വാ കൊച്ചുടി പോട്ട് വാ തിന്നാൻ വേണ്ടല്ലേ ആ പൊട്ടിക്കില്ല പിന്നൊന്നും കറി പറയണ്ടേ 2-3 ഇതും പറയാം തൊട്ട് നോക്ക് തൊട്ട് നോക്ക് തൊട്ട് നോക്ക് ഗൈസ് ഇതാണ് മെസ്സി ഫാമിലി. ഇത് മെസ്സിയിലെ മൂത്ത മെസ്സി കാർത്തിക്, ഇത് മെസ്സിയിലെ രണ്ടാമത്തെ മെസ്സി ശ്രീകുട്ടി, ഇതാണ് ഇഷ്കുട്ടി കുഞ്ഞു മെസ്സി,
നമ്മളെ ടീമിന്റെ മെയിൻ മെസ്സി ഗുണ്ടയാണ് ചിലപ്പോൾ കാലം താഴെയിലിടും. ഇത് റൊണാൾഡോ. അതുകൊണ്ട് രണ്ടാളും തമ്മിൽ ഒക്കുന്നില്ല. റൊണാൾഡോ ഒന്നും തമ്മിൽ ഒക്കുന്നില്ല. ഭഗവാൻ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിപ്പോ വണ്ടി തിന്നല്ലേ, വെയിറ്റ് അല്ലേ, നമ്മ തിന്നിട്ട് ഭക്ഷണത്തിന്റെ വെയിറ്റിലുണ്ട് വണ്ടി പോകുന്നില്ല. ആ വെല്ലടി, അടുത്ത വെല്ലടിയത് 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 എത്ര ആളാന്ന് പഠിപ്പിക്കല്ലോ. വെല്ലടി വെല്ലടി ആ കുഞ്ഞിടി കുഞ്ഞിടിയത് കുഞ്ഞിടി. എന്നിട്ട് ഈ വിമലാട്ടിന് ഒരു കുഞ്ഞിടി പറഞ്ഞേ. കുഞ്ഞിടി ആ വാലി ആ കുഞ്ഞിടി. അതാ കുഞ്ഞിടിയും കിട്ടി. അതെ വെല്ലടി വെല്ലടി. കമാൺ 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 ഫാസ്റ്റ് ഫാസ്റ്റ്. ഡി ഡി എന്ത്? ആ അത് കുഞ്ഞിടി. എന്ത് കുഞ്ഞിടി? കണ്ടിന്യൂ. പോയിട്ട് വരാം, നാളെ കാണാം. ടാറ്റാ. ഇന്ന് ലാസ്റ്റ് ഡേ. എന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് അമ്പലത്തിലോട്ട് പോവാന്ന്, തറവാട്ടിലെ സംക്രമമായോണ്ട്. തോട്ടിലോട്ട് പോയിട്ട് വരാം. ഇത് നമ്മൾ അന്ന് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റത്തെ വീഡിയോയിലേറ്റം ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത ഭാഗം. ഇപ്പോൾ മൊത്തം കാടെല്ലാം പിടിച്ച് സീനായി കിടക്കുകയാണ്. ഏതായാലും നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ ഇതിലെ കൂടെ എല്ലാം വെള്ളം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ല. ഇവിടെ ഇതിനടക്ക് കുറച്ച് നാൾ മുമ്പ് അവർ റിനോവേറ്റ് ചെയ്താൽ അതൊക്കെ പുതിയതാക്കിയതാ. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം തന്നെ. അപ്പുറം കണ്ടതിലേക്കും കൂടി ഒന്ന് പോയിട്ട് വരാം. ഏതായാലും ഒരൊച്ചപ്പാടും ഇല്ല, ബഹളവും ഇല്ല, സമാധാനവും പച്ചപ്പും. കണ്ടത്തിലൊന്നുമില്ല. കണ്ടവും മൊത്തം കാട് പിടിച്ച് ചൈലത്. അല്ലെങ്കിൽ സീസൺ ടൈം ആണെങ്കിൽ അങ്ങ് ആടെല്ലാം അവരെന്തെങ്കിലും പച്ചക്കറിയെല്ലാം നടും. വീടെല്ലാം കുറേ നെല്ലെല്ലാം ഉണ്ടാവലുണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്നോ ഇനി ആരും മെനക്കെടാത്തതുകൊണ്ടാണോ അറിയില്ല. ഒന്നും കാണാനില്ല. ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി. അതുകൊണ്ടോ എന്ത് സമാധാനം എന്നറിയോ. ഒടുക്കത്തെ ബ്യൂട്ടി. പക്ഷേ ഇതിൽ വൃത്തി കാണുന്നില്ല. അതൊരു ചൊറയാണ്. ബട്ട് നല്ല രസമാണ്. അന്ന് ഞാൻ ഇവിടുത്തെ ലാസ്റ്റ് വന്നപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് ഇതിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പുറത്ത്. എന്നിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ നടന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തം വെള്ളമായി. അല്ലെങ്കിൽ ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഇവിടെ പലയൊന്നും ഇല്ലാത്തത്. പക്ഷേ മഴയൊന്നും അധികം പെയ്യാത്തതുകൊണ്ട് എന്താ പറയുക, വെള്ളവും കുറവാണ്. വേനൽക്കാലം ആവുന്ന സമയത്ത് ഇവിടെയെല്ലാം പലകിയിടും. എന്നിട്ട് അതിൻ്റെ ആ ലെവലിൽ വെള്ളം പൊക്കും. അതാകുമ്പോൾ ഇവിടെയെല്ലാം കൃഷിയെല്ലാം ഉണ്ട് പുറത്ത്. അപ്പോൾ അവർക്കെല്ലാം വെള്ളം ഉപയോഗിക്കാനും അല്ലാത്തവർക്ക് വന്ന് കുളിക്കാനെല്ലാം വലിയ സെറ്റപ്പ്. അടിപൊളിയാണ്. വന്ന് ഏകദേശം പോകാനുള്ള സമയമായി. ഇനിയിപ്പോൾ 7:30 ആകുമ്പോഴാണ് ബസ്. അത് നേരം പാക്ക് ചെയ്യാനുണ്ടത്രേ. അതൊക്കെ ചെയ്തിട്ട് പോകണം. പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ അങ്ങനെ സമയം കിട്ടിയില്ല. സോ ഇല്ലത് വെച്ച് ഞാൻ തട്ടിക്കൂട്ടായിട്ടൊരു വീഡിയോ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ടാറ്റ, ബൈ ബൈ.